3 സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരാളോട് എന്നറിയുന്നുണ്ട്. രാവിലത്തെ വീഡിയോ ആണ് ഇട്ടത്, 4 മണി സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അത് 4 മണിക്ക് നല്ല കൂരിട്ടെത്താട്ടുണ്ടോ. ചോറൊക്കെ ഞാൻ തലേ ദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പാതി വേവിലാക്കി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഒന്ന് തിളപ്പിച്ചൂറ്റിയെടുത്തു. പിന്നെ തേങ്ങാ ചമ്മന്തി അരച്ചു, അച്ചാറുണ്ട്, ചക്കരയ്ക്ക് ഒരു മുട്ടയും പൊരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഗ്ലാസ് കട്ടൻ ചായ. അതാണ് 4 മണിക്ക് ഞങ്ങൾ കഴിച്ച ഫുഡ് കേട്ടോ. പിന്നെ ഉണ്ട്, ഇന്നലെ മഴ പെയ്തിട്ട് മൊത്തം തവിട്ട് പൊടിയായിട്ടുണ്ട് കേട്ടോ. മൊത്തം തവിട് പൊടി എന്ന് പറഞ്ഞാൽ ഷീറ്റെല്ലാം പൊട്ടിപ്പോയി. കാരണം വെയിലക്കാലത്ത് കെട്ടിയതല്ലേ, കാറ്റൊക്കെ അടിച്ചപ്പോൾ അത് മൊത്തം പൊടിഞ്ഞു പോയി. പക്ഷേ ഇവിടെ ഷീറ്റ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, ആ പെയ്യുന്ന മഴവെള്ളം മൊത്തം നമ്മളെ കോലായിലേക്കാണ് ഇങ്ങനെ ചാറ്റലടിച്ച് വരികയും ചെയ്യും. അവിടെ ഇങ്ങനെ മുറ്റിങ്ങനെ വിള്ളൽ വന്നതുകൊണ്ട് അതിലേക്ക് വെള്ളം ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ എപ്പോഴും ഷീറ്റ് വേണം. വെള്ളം അവിടെ അധികം ഒഴിക്കാൻ പറ്റത്തില്ല. കാരണം വെള്ളം അവിടെ കുത്തി വീഴുകയും ചെയ്യും. നമ്മളെ പെരയുടെ മുകളിലത്തെ വെള്ളം മൊത്തം കുത്തി അവിടെ വീഴുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഷീറ്റ് വേണം. എന്നാലും ഇനിയിപ്പോൾ ഷീറ്റൊക്കെ ഇനി മാറ്റി കട്ടണം. ഇനിയിപ്പോൾ ശ്യാമാട്ടിന് ലീവുള്ള ദിവസം ഇതാണ് കേട്ടോ പരിപാടി. പിന്നെ കുഞ്ഞാപ്പുക്കുട്ടി എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. അന്നേരം കുഞ്ഞാവ് ശ്യാമാട്ടന് പോകാൻ വേണ്ടിയിട്ട് ചോറ് കഴിക്കണം. അന്നേരം ചോറുണ്ട് ചമ്മന്തി ഉണ്ട്. അന്നേരം ശ്യാമാട്ടൻ ഒരു മുട്ടയും കൂടെ വറക്കുന്നുണ്ട്. അന്നേരം ആൾക്ക് അത് മതി കേട്ടോ. ചമ്മന്തിയും ചോറും മുട്ട പൊരിച്ചതും അച്ചാറുണ്ടെങ്കിൽ ആളത് കഴിച്ചിട്ട് പോകും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് മത്തനാണ് കേട്ടോ താളിക്കണത്. ഇതിനിപ്പോൾ കുഞ്ഞാപ്പൂനും പൊന്നൂസിനും മാത്രമല്ല ഉച്ചയ്ക്ക് ഫുഡ് വേണ്ടു. അന്നേരം അവർക്ക് രാവിലത്തേക്ക് ഞാൻ ലേശം ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, മത്തൻ കറി വെക്കാനുണ്ട് കേട്ടോ. അന്നേരം മത്തൻ കറി വെച്ചു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് രാവിലത്തേക്കുള്ളതായി. പിന്നെ പൊന്നൂസും ചക്കരയും പരീക്ഷയ്ക്ക് പോകും. ഇപ്പോൾ ചക്കരക്കും നോമ്പാണ്, എനിക്കും നോമ്പാണ് കേട്ടോ. അന്നേരം ശ്യാമാട്ടൻ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. കുഞ്ഞാപ്പുക്കുട്ടി അച്ഛനെ യാത്രയാക്കാൻ വേണ്ടി കാത്ത് നിൽക്കുവാണ് കേട്ടോ. നേരെ പിന്നെ കുഞ്ഞാപ്പൂന് മുട്ട വേണം പറഞ്ഞു. കുഞ്ഞാപ്പൂന് ഒരു ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അന്നേരം 4 ചപ്പാത്തിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 3 മാവാണ് എടുത്തത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ 4 ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഒരു ചപ്പാത്തി ഇപ്പോഴും അവിടെ ബാലൻസ് ഇരിപ്പുണ്ട്, ആരും കഴിച്ചിട്ടില്ല. അന്നേരം പൊന്നൂസ് 2 ചപ്പാത്തി കഴിക്കും. കുഞ്ഞാപ്പുക്കുട്ടി ഒരെണ്ണം എങ്ങനെയൊക്കെ ഇരുന്ന് ഞരങ്ങി വിഴുങ്ങി ഒരു ചപ്പാത്തി കഴിക്കും കേട്ടോ. പിന്നെ നോമ്പൊക്കെ തുറന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇത്രയും നേരം ഭക്ഷണം കഴിക്കായിട്ടൊരു ക്ഷീണം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഭക്ഷണം കുറേ നേരം കഴിക്കാണ്ടിരുന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചപ്പം ഞാൻ അധികമൊന്നും കഴിച്ചില്ല. എന്നാലും ഇങ്ങനെ ചെറുതായി കഴിച്ചുള്ളൂ. എന്നിട്ട് തന്നെ ഒരു നമ്മൾ കഴിക്കാതെ കഴിക്കുമ്പോൾ വയറിനൊരു ചെറിയൊരു തടസ്സം ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് കുറേ നേരം നമ്മൾ ഇങ്ങനെ ഇരുന്നതല്ലേ, അതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നം. പക്ഷേ എനിക്ക് നോമ്പെടുത്തതിൻ്റെ ഒരു ക്ഷീണങ്ങളോ തളർച്ചയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു വിശപ്പ് വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഈ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മരണം ഉണ്ട് കേട്ടോ. കാരണം അവിടെ മരണം കഴിഞ്ഞിട്ടില്ലേ 16 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ച് 16 ആകുമ്പോഴത്തേക്കും മോനും കൂടെ പോയിട്ടോ. അത് 3 കുട്ടികളായിരുന്നു കേട്ടോ. അതിൽ ചെറിയ ചേട്ടനാണ് പോയത്. ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി കേട്ടോ. എന്താണെന്ന് പറയുക, വല്ലാത്തൊരു വിഷമമായിപ്പോയി എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ. ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ കേട്ടത്. അന്നേരം അത് പോയി വന്നപാട് അതിങ്ങനെ കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി. കാരണം എന്തോ അതിലാണ് വലിയ കഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ശ്യാമാട്ടനാണെങ്കിൽ പണിക്ക് പോയിട്ട് ശ്യാമാട്ടൻ പണിയെടുക്കുന്ന അവിടെ ഫോൺ സ്വിച്ച് ഓഫ് അല്ല, ഫോണ് തീരെ റേഞ്ചില്ല കേട്ടോ. അവിടെ ഒരു കാട് പ്രദേശമാണ്. അന്നേരം പേര് അങ്ങോട്ട് ഉള്ളിലേക്കാണ് പണിയെടുക്കുക. അന്നേരം അവിടെ ഫോണിന് റേഞ്ചൊന്നും കിട്ടത്തില്ല. അന്നേരം ഫോൺ ഫുൾ ടൈം നമുക്ക് ഔട്ട് ഓഫ് കവറേജേ പറയുള്ളൂ. അന്നേരം 3:30-4 മണിയാകുമ്പോൾ പണി കയറും. ആ നേരം വരെ ഞാൻ കുറേ വിളിച്ചുകൊണ്ടിരുന്നു, ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടട്ടെ വിചാരിച്ചിട്ട്. ആളെ കിട്ടിയില്ല കേട്ടോ. ആൾ വരുമ്പോഴത്തേക്കും മരിപ്പൊക്കെ എടുത്തു പോയി. അതൊരു വല്ലാത്ത വിഷമമായിപ്പോയി. ആൾക്കും ഭയങ്കര വിഷമമായിപ്പോയി, ഞങ്ങൾക്കും വിഷമമായിപ്പോയി. പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മൈൻഡ് ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. രാവിലെ നോമ്പൊക്കെ എടുത്തു, ആ ഒരു നല്ലൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലൊക്കെ പോയതിൻ്റെ അതിൻ്റെ ഒരു നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ മെമ്മറി മാറിപ്പോവില്ലേ, അതുപോലെ അങ്ങ് ആയിപ്പോയി, ഒരു ഷോക്കായിപ്പോയി ശരിക്കും. പിന്നെന്താ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഇതുപോലെ ഒന്നും നോമ്പെടുത്തിട്ടുള്ള. അതിന് ശേഷം എല്ലാ വർഷവും വിചാരിക്കും 1-2 തവണയെങ്കിലും ഒരു 2 നോമ്പെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കും. അതിൻ്റെ ഒരു പുണ്യം നമുക്ക് കിട്ടുമല്ലോ. ജാതി ഏതോ ആയിക്കോട്ടെ, വിശ്വാസം, മനുഷ്യരെല്ലാവരും ഒരേ വിശ്വാസം, അതൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതല്ലേ വിശ്വാസങ്ങൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കൂടെ പഠിക്കണതൊക്കെ മുസ്ലിം കുട്ടികളായിരുന്നു കൂടുതലും. പിന്നെ ഞാൻ അവിടെ താത്തയും, ഞാൻ ജോലിക്കുന്ന അവിടെയുള്ള താത്ത നോമ്പെടുക്കുമ്പോൾ താത്താൻ്റെ കൂടെയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി നമ്മൾ ചെയ്യുമ്പോൾ അതൊരു
സുഖം തന്നെയാണ് കേട്ടോ. പിന്നെ ചക്കരയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവളെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാ കൊല്ലവും പറയലുണ്ടായിരുന്നു കേട്ടോ, എനിക്കൊന്ന് എടുക്കണം എന്ന്. അങ്ങനെ ചക്കരേൻ്റെ ആഗ്രഹമല്ല വെച്ചു അവളും എടുത്തൊരു നോമ്പ്. ആൾ വൈകുന്നേരം വരെ പിടിച്ചു നിന്നു കേട്ടോ. പിന്നെ ഞാനും കുഞ്ഞാപ്പക്കുട്ടി ഇത് അമ്പലത്തിലൊക്കെ പോയായിരുന്നു രാവിലെ ഒന്ന്. കുഞ്ഞാപ്പക്കുട്ടി കണ്ണാടിയിൽ നോക്കാണ്ട് എൻ്റെ ഫോണിൽ നോക്കിയിട്ടാണ് കേട്ടോ ചന്ദനം വെക്കുന്നത്. ആൾക്ക് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചന്ദനമൊന്നും നമ്മൾ വെച്ച് കൊടുക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല കേട്ടോ, അവൾ സ്വന്തം വെക്കണം. പിന്നെ ചക്കരയും പൊന്നൂസ് സ്കൂളിൽ വന്നു. പൊന്നൂസ് നേരെ ചോറ് കഴിക്കുകയൊക്കെ ചെയ്തു. അന്നേരം ചക്കര നേരെ പുഴയിലേക്ക് പോയി. നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട്, നട്ടുവച്ച സമയമല്ലേ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, 4 മണിക്ക് കഴിക്കണമല്ലേ. അന്നേരം ആൾക്ക് അത്യാവശ്യം ക്ഷീണമല്ല, ആൾക്ക് വിശപ്പ് വയറ്റിലുള്ളതൊരു ഒച്ച കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ മരിച്ചവിടെ പോയി വന്ന് വീണ്ടും ഒരു കുളിയൊക്കെ കഴിഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേക്ക് 2 കുളി കഴിഞ്ഞു കേട്ടോ ഇന്ന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാപ്പക്കുട്ടീനെയും കുളിപ്പിച്ച് ഉറക്കി ഇതാ വൈകുന്നേരത്തെ പരിപാടി നോക്കാം കേട്ടോ. ഒരു 4 മണിയൊക്കെ ആകാനായി, ഒരു 4 മണിയൊക്കെ ആകാനായപ്പോഴാണ് ഞങ്ങൾ വൈകുന്നേരത്തെ പരിപാടികൾ നോക്കിയത്. വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒന്നാമത്തെ എനിക്ക് നോമ്പായതുകൊണ്ട് തന്നെ ഇറച്ചി മീനും സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അന്നേരം പിന്നെ അതില്ല. അന്നേരം കുട്ടികൾക്ക് മാത്രം മുട്ടയും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവരെടുക്കണുള്ളൂ. ഞാൻ എന്തായാലും ഇറച്ചിയും മീനും 14 ദിവസത്തേക്ക് വേണ്ടാന്ന് വെച്ചതാണ്. അന്നേരം പിന്നെ അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനിത് തക്കാളി താളിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. തക്കാളി ലേശം ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ താളിച്ചെടുക്കുകയാണ് ചെയ്യണത്. അന്നേരം അതാകുമ്പോൾ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ എന്തിനും നല്ല കോമ്പിനേഷൻ കേട്ടോ. ദോശയ്ക്കാണെങ്കിലും നൂൽപുട്ടിനാണെങ്കിലും ഒക്കെ തക്കാളി താളിച്ചത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അന്നേരം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. കാര്യമായിട്ട് നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. നമ്മൾ ഈ നോമ്പെടുത്ത് നിൽക്കുന്ന സമയത്ത് വൈകുന്നേരം സമയമാകുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ചെറുതായിട്ട് ജ്യൂസും വെള്ളമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളെ വയറ് ഏകദേശം വേഗം നിറയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലേശം ഫുഡ് കഴിച്ചാൽ മതി, പക്ഷേ പെട്ടെന്ന് വയറ് നിറയും കേട്ടോ. എനിക്കിപ്പോൾ ഉണ്ടായ അനുഭവം അങ്ങനെയാണ്. കുറച്ച് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും വയറ് വേഗം അങ്ങോട്ട് നിറഞ്ഞു. പിന്നെ നൂൽപുട്ട് ഞാൻ ഈ 3 ട്രേയിലും പിന്നെ ഒരു ട്രേയിലും കൂടെ ഒരു ട്രേയിലും കൂടെ വെക്കാനുണ്ടായിരുന്നിട്ടുള്ളൂ നൂൽപുട്ട്. പിന്നെ നൂൽപുട്ട് ഉണ്ടെച്ചാൽ നമുക്ക് വെളുപ്പിന് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അന്നേരം പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ബാക്കി ഉണ്ടെങ്കിലും. പിന്നെ ലേശം പഴംപൊരിയും കൂടെ ഉണ്ടാക്കണുണ്ട്. പഴംപൊരിയൊക്കെ അങ്ങനെ തന്നെ ബാക്കിയാണ് കേട്ടോ. കുട്ടികൾക്കൊന്നും വേണ്ട കഴിക്കാൻ, ചക്കരയ്ക്കും പൊന്നൂസിനും ഒന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ ജ്യൂസ് കുടിച്ചു, അതും കുടിച്ചു, വത്തക്ക കഴിച്ചു, എല്ലാം കൂടി ആയപ്പോഴത്തേക്കും അവർക്ക് വയറ് നിറഞ്ഞു. വേണ്ട കഴിക്കാൻ വേണ്ട. പിന്നെ ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിച്ചു എന്ന് മാത്രം. അങ്ങനെ ഓവറായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ നാളെ നോമ്പെടുക്കുന്നുണ്ട്. അന്നേരം പിന്നെ വീണ്ടും ബാലൻസ് ആയി പോകും. പകൽ കഴിക്കാൻ ആരും ഉണ്ടാവില്ല. നാളെ പൊന്നൂസും എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അന്നേരം പിന്നെ അവൾക്ക് നാളെ പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് അവളും എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞാപ്പക്കുട്ടി മാത്രമല്ലേ ഉള്ളൂ, അവൾ എത്ര കഴിക്കും, ചാമാട്ടം പണിക്കും പോകും. അന്നേരം എല്ലാം ബാലൻസ് ആവും. അന്നേരം ബത്തക്ക നമ്മൾ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ, ജ്യൂസ് അടിക്കുന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മളെ കയ്യിലും കൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് ഐസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി സൂപ്പറാവും കേട്ടോ. ജ്യൂസ് അടിക്കുന്നതിനെക്കാട്ടിലും ഇവിടെ ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ്. മാങ്ങയും കൊണ്ട് 2 മാങ്ങ എടുത്ത് ഒരു ജ്യൂസും കൂടെ അടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അടുത്ത് ഐസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയിട്ട് കുട്ടികൾ കുറച്ച് ഐസ് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അന്നേരം ഐസ് ഇല്ലാണ്ട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഐസ് ഇട്ടടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഐസ് ഇട്ടടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരപ്പുറം പോയി ഐസൊക്കെ വാങ്ങിച്ച് വന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ചു കേട്ടോ. അന്നേരം മാങ്ങ ജ്യൂസും ഉണ്ട്, വത്തക്ക ജ്യൂസാക്കിയിട്ടില്ല, ഒരു എന്താ പറയുക ഉടച്ചത് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതും കൂടിയാണ് കേട്ടോ ജ്യൂസായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നാരങ്ങ വെള്ളം കൂടി ഉണ്ടാക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി പോയി. കാരണം നമ്മളിവിടെ കറണ്ട് ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞങ്ങളെന്താക്കി കുറച്ച് നേരത്തെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചു. 6 മണിയാകുമ്പോഴത്തേക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചു. പക്ഷേ 6:30-6:45 ആകുമ്പോഴല്ലേ ബാങ്ക് കൊടുക്കണേ, 6:45 ആകും ബാങ്ക് കൊടുക്കുമ്പോൾ. അന്നേരം ആ നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെ നാരങ്ങ വെള്ളത്തിന് കയ്പ്പടിച്ചു കേട്ടോ. എല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കെല്ലാം കൊണ്ടുവച്ച് നിൽക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്തു, നമ്മളെ ബാങ്ക് വിളിച്ചു കേട്ടോ. ബാങ്ക് വിളിച്ചു നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അന്നേരം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ എന്ന് പറയാൻ. ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അന്നേരം സാധാരണക്കാരെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അന്നേരം നാളെയും എടുക്കണം എന്നുള്ള വിചാരമുണ്ട്. നമുക്കൊരു ദിവസം എടുത്താൽ പോരാ, ഒരു 3-4 ദിവസം അടുപ്പിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം സഹായിച്ച് നടന്നാൽ 3-4 ദിവസം എന്തായാലും മുടങ്ങാതെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികൾക്കും അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ എടുക്കാനൊക്കെ ഉള്ളത്. അന്നേരം ഓക്കെ, അന്നേരം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. ഓക്കെ, ബൈ.